നമസ്കാരം. കൗതുക പാർക്കിന്റെ സെക്കൻഡ് പാർട്ട് കാണാനുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ട് കാണാനുള്ള വീഡിയോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കോഴികളെ മാറി നിൽക്കൂ. അതായത് കണ്ടോ, വെൽക്കം ടു ട്രീ ഹട്ട്. മേലെ ഒരു ചെറിയൊരു ഹട്ട് പോലെ ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ മേലെ കയറാൻ പോകുന്നു കേട്ടോ. ഇങ്ങനെ കയറാം. എൻ്റെ മാതാവേ, ചെറിയൊരു ഗ്യാപ്പ്. തടിയുള്ള ആൾക്ക് കൂടെ കയറാൻ പറ്റില്ല കേട്ടാ. എനിക്ക് വലിയ കുഴപ്പമില്ല, അവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ തടിയുള്ള ആൾക്കാർ കയറാമെന്ന് വിചാരിക്കണ്ട, പിന്നെ ചെരിഞ്ഞിക്കും കയറേണ്ടി വരും. അപ്പൊ സെറ്റപ്പായി മേലെ എത്തിണ്ട്. അടിപൊളി. നമ്മൾ താഴെ നിന്ന് കാണുന്ന ഒരു വ്യൂ അല്ല കേട്ടാ. മേലെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും കാടിൻ്റെ മേലെ കയറിയൊരു സെറ്റപ്പാ. ഉണ്ടാ മുള, ഇവിടെ ഫുള്ള് ജാതി, അതുപോലെ തന്നെ പുളിമരം, പിന്നെ അതെന്ന് വരം തെങ്ങ് വരെ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഫുൾ സെറ്റപ്പ്. ഞാനിവിടെ താഴേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ക്യാമറ ഞാൻ മേലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് എടുക്കായിരുന്നു. പക്ഷേ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ വിട്ടുപോയി. ഞാനേ ക്യാമറ മേലേക്ക് കൊണ്ടുന്നുണ്ട്. നമ്മളിവിടെ വരെ വന്നിട്ട് ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലെങ്കിൽ മോശമല്ലേ. ഇതാണ് ഇതിൻ്റെ മേലെ ഭാഗം കേട്ടോ. ഇങ്ങനെ ഫുള്ള് പൈപ്പ് അടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഏറുമാടം ഓലയ്ക്ക് പകരം, അല്ലെങ്കിൽ വടികൾക്കും അതിനെല്ലാം പകരം ഇവിടെ വെച്ചിരിക്കുന്നത് പൈപ്പാണ്. ഇതാണ് മേലെ എന്നുള്ള വ്യൂ. ഇല്ല, നമുക്കിങ്ങനെ താഴ്ത്തേക്ക് ഇങ്ങനെ കാണാം. അതൊരു മുളയുടെക്ക് ഉള്ളിൽ വന്നിരിക്കണ ഫീലാണ്. അടിപൊളി. നമ്മൾ നേരത്തെ കണ്ട കോളാണ് കാണുന്നത്. എല്ലാവരും ഇതേപോലെ കുളങ്ങളുണ്ടല്ലേ. നോ എൻട്രി, സാങ്ച്വറി ഓഫ് ബാറ്റ്സ്. ഓടി, ഇതെന്തൊക്കെയാവത്? ഗുഹ. ഗുഹ, ചെറിയ ഗുഹ അല്ലേ? വിട്ടോ, വണ്ടി വിട്ടോ. നന്നായി. നീ പോസ് ചെയ്യുന്നല്ലേ ഇത്? മനസ്സിലായി ചെല്ലി. നടക്കടി, പോട്ടെ പോട്ടെ. പച്ചമരണ്ട്. ഇതിലെന്തൊരു മീൻ? ഇതിലുണ്ട് മീനുകൾ. എല്ലാവരും ഇങ്ങനെ കുളം കേട്ടോ. ഇവിടെ ഒരു കുളം ഉണ്ട്, അടിപൊളി ഒരു കുളം. വെള്ളം അങ്ങോട്ട് തെളിഞ്ഞില്ലേ. അതിൽ മീനെ ഞാൻ നേരത്തെ കണ്ടു, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അടിപൊളി കുളം. അവിടെ അതിലൊരു ടോയ്ലറ്റ് വരുന്നുണ്ട്, പക്ഷെ ടോയ്ലറ്റ് ആണ് നമുക്ക് മനസ്സിലാവില്ല. അത്രയും സെറ്റായിട്ട് ടോയ്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ഫുൾ ഇക്കോസിസ്റ്റമാണ്. മുനീർ അഥവാ ഡോൾമൻ. ശിലായുഗത്തെ മനുഷ്യർ 3-4 ശിലാപാളികൾ ചേർത്ത് വെച്ച് അതിനു മുകളിൽ പടുകൂറ്റൻ പരന്ന കല്ലുകൊണ്ട് മൂടി അറ പണിഞ്ഞ് പാർശ്വഭാഗത്ത് ഒരു ചെറിയ പ്രവേശന കവാടം നിർമ്മിച്ച് അറയ്ക്കകത്ത് മരിച്ചവരെ അടക്കം ചെയ്തിരുന്നു. പ്രസ്തുത മഹാശില ശവകുടീരം മുനീർ അഥവാ ഡോൾമൻ എന്നറിയപ്പെട്ടു. ഇതാണ് സംഭവം. ഒരുപാട് കോഴികളുണ്ട് ഇവിടെ. ഈ ഒരു മരം കണ്ട, അടിപൊളി അല്ലേ? ഇതിൻ്റെ താഴെയായിട്ട് ഇതാ ഇവിടെ ഒരു കുളമുണ്ട്. ഇവിടെയും ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ നല്ല എലിഗേറ്റർ കിടപ്പുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള എലിഗേറ്റേഴ്സ് ഇവിടെ തന്നെ കിടപ്പുണ്ട്. കാണുന്നുണ്ടോ? ഇവിടെ മറിഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു വേറെ ഈറമടം ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട മരം. ആ മരത്തുമ്മ കൂടെ ഫുള്ള് ഒരു 2 വേരുമ്മ കൂടെ 2-3 കമ്പികൾ വെച്ചിട്ട് കയറാനുള്ള സൗകര്യം ഉണ്ട്. ഞാൻ അതിന് മേലേക്ക് കയറാട്ടാ. കുറച്ച് റിസ്ക് ആണ് കയറാനായിട്ട്. വീണില്ലെങ്കിൽ
വളരെ നന്നായി, കുഴപ്പമില്ല. കയറാൻ നല്ല രസമുണ്ട്, ഇറങ്ങാനായിരിക്കും ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ക്യാമറ എടുക്കേണ്ടതായിരുന്നു, കാരണം വേരിൻ്റെ ഉള്ളിലേക്കാണ് വരണത്. ക്യാമറ എടുത്തില്ല, അത് നിങ്ങൾക്കൊരു നഷ്ടമായിട്ടാ. എന്തായാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നേരിട്ട് വന്ന് കാണും. ഞാനതെല്ലാം കാണിച്ചെന്ന് നിങ്ങളുടെ ഒരു ത്രില്ല് പോവും. ഇരിക്കോ ഇങ്ങനെ കയറാം. എന്താ കിതച്ച് നായ്ക്കുട്ടീൻ്റെ അമ്പ. ഇതാണ് സ്പേസ്, അടിപൊളി സെറ്റപ്പ്, നല്ല രസം കേട്ടാ. മേലഭാഗം കാണാനൊക്കെ ആയിട്ട് സൂപ്പറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, കൗതുക പാർക്കിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ക്യാമറ വളരെ ശക്തമായ രീതിയിൽ വേറെ എവിടേക്ക് ക്യാമറ എടുക്കണം, ഞാൻ അവിടെ നിന്ന് ടാറ്റ ആയിരുന്നു, പക്ഷെ കാണുന്നില്ല. കാണണ്ട. ഓക്കെ, ഞാൻ താഴ്ത്തിക്ക് ഇറങ്ങണം കേട്ടോ. ഇത് ഇവിടെ കുഴപ്പമില്ല. സുഹൃത്തെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഐഡിയ കിട്ടി. മറക്കണ്ട. അങ്ങോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. അങ്ങനെ നോക്കി ഇവിടെ ഇടത് വശത്ത് നമ്മുടെ സാധാരണ ഒരു ലേഡർ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ കയറുന്ന ആൾക്ക് വന്ന വഴി കൂടെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു സാധാ ലേഡർ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടാ, ഇവിടെ വേറെ ലേഡർ ഉണ്ട്, അത് ഇവിടെ ഇറങ്ങണം. രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാനാട്ടോ. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം.